ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की महिमा होवे. ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. परमेश्वर के सानिध्य में फिर और एक बार आने के लिए परमेश्वर में मौका दिया, इसलिए हम प्रभु को धन्यवाद कहते हैं. ഇന്ന് പകൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ കർത്താവ് പകരും. मैं आज पूर्ण रूप से विश्वास करता परमेश्वर का प्रेम हमारे ऊपर है. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ, परमेश्वर की आत्मा हमारे लिए कार्य करना आरंभ करने से, ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മൾ അവന്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറണം. हम लोग परमेश्वर के हाथ के एक बर्तन समान हो जाएंगे. നമ്മൾ മസിൽ പിടിച്ച ഒന്നും നടക്കത്തില്ല. हम लोग मसल पकड़ने से नहीं होगा. നമ്മൾ തലക്കനം കാണിച്ച ഒന്നും നടക്കത്തില്ല. हम लोग अपना हेडवेट दिखाने से नहीं എനിക്കെല്ലാം होगा. അറിയാമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. मैं सब जानता हूँ बोलने से परमेश्वर ध्यान नहीं देगा. ഞാൻ ഇത് ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല. मैं ये सब बहुत देखा हूँ बोलेगा तो कुछ नहीं होगा. എന്നാൽ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ, परमेश्वर मुझे इस्तेमाल करना ऐसा बोलकर समर्पित करेंगे तो നമ്മുടെ അധരത്തിന് അവൻ ബലം തരും. हमारे मुंह में परमेश्वर बल നമ്മുടെ देगा. കരത്തിന് അവൻ ശക്തി തരും. हमारे हाथों को परमेश्वर बल നമ്മുടെ देगा. കാലുകൾക്ക് അവൻ ബലം തരും. हमारे पाँव में परमेश्वर बल നിന്റെ देगा. ശരീരത്തിന് അവൻ ബലം തരും. हमारे शरीर को परमेश्वर ആ बलवान करेगा. ദൈവം നമ്മളെ നടത്താൻ ശക്തിയുള്ള ദൈവമാണ്. वो परमेश्वर हमें भी चलाने के लिए നമ്മുടെ सामर्थ्य है. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. हमारी कमजोरी में पूरा होने वाला परमेश्वर പൗലോസ് शक्ति. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം पौलुस तीसरे स्वर्ग तक उठा लिया गया. वो भविष्यवाणी प्रकाशन का അവൻ समय, കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത വെളിപ്പാടാണ്. वो पाया वाला प्रकाशन सहन नहीं कर पाएगा. അവൻ അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന്, वो घमंड नहीं करना इसलिए, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് घमंड नहीं करना इसलिए ദൈവം തമ്പുരാൻ അവന്റെ ശരീരത്തിനൊരു ശൂലം കൊടുത്തു. परमेश्वर उसको शरीर में एक बीमारी दिया. സാത്താനെ കുത്താൻ ഏൽപ്പിച്ചു. शैतान को उसको गोबने के लिए दे दिया. യമേൻ സ്തോത്രം. ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു, चरित्रकार ऐसा बताते അത് हैं ശാരീരികമായ രോഗങ്ങളായിരുന്നു. शरीर में वो बीमार था. നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ശരീരത്തിന് ക്ലേശങ്ങൾ വരുത്തി. वो घमंड नहीं करना इसलिए उसके शरीर में परमेश्वर क्लेश ഇന്ന് दिया. പകൽ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, मैं परमेश्वर के लोगों से कहना പ്രാർത്ഥന चाहता हूँ, വർദ്ധിക്കുമ്പോൾ അകത്ത് ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. प्रार्थना बढ़ता है तब आपके अंदर क्लेश होता है तो നിഗളിച്ചു समझ ले. പോകാതിരിക്കേണ്ടതിന് കൃപ കൂടുതൽ പ്രാപിക്കേണ്ടതിനും आप घमंड नहीं करना इसलिए ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. पवित्र आत्मा आपको बल देगा. യമേൻ സ്തോത്രം. പൗലോസ് 2-3 വട്ടം ചോദിച്ചു, ദൈവമേ ഇത് മാറ്റിത്തരണം, पौलुस 2-3 बार बोलता है परमेश्वर ये हटा के देना, എനിക്കിതിനെ കവർ ചെയ്യാൻ പറ്റണം, इसको कवर करने मुझसे होना എന്നെ है, സൗഖ്യമാക്കണം. मुझे चंगा करना. ദൈവത്തിന്റെ മറുപടി എന്നായിരുന്നു? എന്റെ കൃപ നിനക്ക് മതി. मेरा अनुग्रह तुझे काफी है. എന്റെ കൃപ നിനക്ക് മതി. मेरा अनुग्रह तुझे എന്റെ काफी है. ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. मेरा शक्ति तेरा बलहीनता में पूरा होगा. നിന്റെ ഈ ബലഹീനത രോഗമാണെങ്കിൽ, तेरा ये बलहीनता നീ बीमारी होगा. അനുഭവിക്കുന്ന ക്ലേശം നിന്റെ ബലഹീനതയാണെങ്കിൽ, तू अनुभव करता ആ क्लेश तेरा बलहीनता. ബലഹീനതയെ കവർ ചെയ്യുന്ന ഒരു കൃപ ഞാൻ തരാം. वो बलहीनता को कवर करने का एक कृपा मैं ആ दूंगा. ബലഹീനതയെ കവർ ചെയ്യുന്ന ഒരു ശക്തി ഞാൻ തരാം. वो बलहीनता को कवर करने के लिए एक शक्ति मैं दूंगा. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം इसलिए पौलुस कहता है मुझे ഞാൻ सामर्थ्य സകലത്തിനും മതിയായവനാ. सब कुछ कर सकता हूँ. എനിക്ക് അവൻ തന്നത് ശക്തിയാ. वो मुझे दिया है शक्ति. അവൻ എനിക്ക് തന്നത് ബലമാ. वो मुझे दिया है बल. പ്രാർത്ഥിക്കാൻ ശക്തി തന്നു, प्रार्थना करने का ആരാധിക്കാൻ सामर्थ्य. ശക്തി തന്നു, आराधना करने का शक्ति പ്രസംഗിക്കാൻ दिया. ശക്തി തന്നു, प्रचार करने का शक्ति दिया. പ്രവചിക്കാൻ ശക്തി തന്നു, भविष्यवाणी का शक्ति ദർശനം दिया. ദർശിക്കാൻ ശക്തി തന്നു, दर्शन देखने का शक्ति വെളിപ്പാട് दिया. പറയാൻ ശക്തി തന്നു, प्रकाशन बोलने का शक्ति दिया. ആത്മാവിൽ സാത്താനോട് എതിർക്കാൻ ശക്തി തന്നു. आत्मा में शैतान का विरोध करने ആ का शक्ति दिया. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, वो पौलुस कोरिन्थियों के कलीसिया से ഞങ്ങൾ कहता है, ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും हम लोग शरीर में यात्रा ഞങ്ങൾ करते हैं, ജഡപ്രകാരം പോരാടുന്നില്ല. शरीर के द्वारा लड़ते नहीं है. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ हमारा लड़ाई का हथियार ജഡീകങ്ങളല്ല, शारीरिक नहीं है. കോട്ടകളെ ഇടിപ്പാൻ घड़ों को ढा देने ദൈവ से, സന്നിധി परमेश्वर के सानिध्य में ശക്തിയുള്ളവ തന്നെ. सामर्थ्य हूँ. ഹല്ലേലൂയ. വിശ്വസിച്ച ദൈവമക്കൾ, विश्वास करे परमेश्वर के लोगों. മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കല്ല്, मनुष्य का बुद्धि से नहीं जाना. മാനുഷിക ബുദ്ധി കൊണ്ട് പോരാടല്ല്. मनुष्य का बुद्धि से लड़ना नहीं. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണം. परमेश्वर का शक्ति प्रकट होना. ദൈവശക്തി വെളിപ്പെടണം. परमेश्वर का शक्ति में ദൈവാത്മാവ് ഇന്നവക ശക്തിയോടെ പറയുന്നത്, परमेश्वर के आत्मा सामर्थ्य कहता है. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് विश्वास करने वाले के अंदर से തിരുവെഴുത്ത് പറയുന്നത് പോലെ वचन कहने के
अनुसार ജീവജലത്തിന്റെ നദി ഒഴുകാൻ പോകുകയാ. जीवन के जल की नदियां बहेगी। വിശ്വസിച്ചേ ദൈവമക്കൾ ഇന്ന് विश्वास करे, ജീവജലത്തിന്റെ നദി ഒഴുകണം. जीवन के जल की नदियां। ആമേൻ. കോട്ടകളെ ഇടിപ്പാൻ ശക്തി അകത്ത് വന്നത് गढ़ों को ढा देने का शक्ति अंदर आया। ഉള്ളിൽ നിന്ന് വിശ്വാസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നദി ഒഴുകിയതുകൊണ്ടാണ്. विश्वास करने वाले के अंदर से वचन के अनुसार नदी बहा, इसलिए തിരുവെഴുത്ത് പറയുന്നത് പോലെ നദി ഒഴുകുന്നെങ്കിൽ वचन कहने अनुसार नदी बहता ഞാൻ हो। ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ പറയാം, मैं आप लोगों से सच्चाई से कहना चाहता हूँ, എന്തെങ്കിലും ഒക്കെ നടക്കും, कुछ तो होगा, എന്തെങ്കിലും ഒക്കെ പ്രാപിക്കും, कुछ पाएंगे हम लोग, എന്തെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടാകും. कुछ हम लोग अनुभव करेंगे, ആമേൻ. എന്തെങ്കിലും ഒക്കെ ദൈവകൃപ ഉണ്ടാകും. परमेश्वर का कृपा का എന്നാൽ अनुभव करेंगे। നിരാശപ്പെട്ടെഴുന്നേക്കത്തില്ല, आप निराश नहीं होंगे, വേദനിക്കപ്പെട്ടെഴുന്നേക്കത്തില്ല. आप बलहीन नहीं നീ होंगे, ബലം പ്രാപിച്ച് തന്നെ എഴുന്നേക്കും. बल पाकर उठेगा, പുതുശക്തി ഏറ്റെടുത്ത് തന്നെ എഴുന്നേക്കും. नया शक्ति पाकर उठेगा। പൗലോസ് എഫെസോസിലെ സഭയോട് പറയുമ്പോൾ एफेसियों के कलीसिया से पौलुस कहता ഒടുവിൽ है, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. प्रभु में और उसके असीम सामर्थ में सामर्थ पाना है। വിശ്വാസികളോടാ പറഞ്ഞേ, विश्वासियों से कहता കൃപ है, പ്രാപിച്ചിരിക്കുന്നവരോടാ പറഞ്ഞേ, परमेश्वर का अनुग्रह पाए हुए लोगों से ആത്മാഭിഷേകം ഉള്ളവരോടാ പറഞ്ഞേ, बोलता है, अभिषेक पाए हुए लोगों से बोलता है, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. प्रभु में उसके बल में सामर्थ पाना ഓരോ है। ദിവസവും ശക്തിപ്പെട്ടോണം. हर एक दिन शक्ति पाना है। എട്ടാമത്തെ ദിവസം പോലെ 9ാമത്തെ ദിവസം പോലെ അല്ല, 10ാമത്തെ ദിവസം ഓരോ ദിവസം ചെല്ലും തോറും ശക്തിപ്പെട്ടോണം. 8वें दिन के जैसा नहीं, 9वें दिन के जैसा नहीं, 10वें दिन नया शक्ति पाना है। ഓരോ ദിവസം ചെല്ലും തോറും നീ ബലം പ്രാപിച്ചോണം. हर एक दिन जाते जाते बल पाके आगे बढ़ना। ഹല്ലേലൂയ. ബലം പ്രാപിക്കുമ്പോഴുള്ള ഗുണം എന്നാണെന്നറിയാമോ? बल पाने का विशेषता क्या നമ്മൾ है? ഓടിക്കാതെ തന്നെ പിശാച് ഓടും. हम लोग दौड़ाए बिना ही शैतान दौड़ के चले जाएगा। എത്ര പേര് കേൾക്കുന്നുണ്ട്? നമ്മൾ പറയാതെ തന്നെ ചില വിടുതലുകൾ സംഭവിക്കും. हम लोग बोले बिना ही कुछ छुटकारा होगा। നമ്മൾ ഇവിടെ നിന്ന് ദൈവകൃപയിൽ ശക്തിപ്പെട്ടാൽ हम लोग यहाँ परमेश्वर का कृपा में शक्ति നമ്മൾ पाएंगे। അറിയാതെ തന്നെ ചില വിടുതലുകൾ സംഭവിക്കുകയാണ്. हम जाने बिना कुछ छुटकारा ചില होगा, അത്ഭുതങ്ങൾ സംഭവിക്കും. कुछ चमत्कार होगा। എത്ര പേര് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. കൂടെ ഇരിക്കുന്നവർക്കറിയത്തില്ല, साथ बैठे वाले नहीं जानेंगे, നമ്മുടെ ശരീരത്തിൽ അറിയാം. हमारे शरीर में अनुभव ले। करेंगे। ആമേൻ. സ്തോത്രം. 12 സംവത്സരം ആമേൻ വല്ലാത്ത ആ സഹോദരിക്ക് 12 साल से बीमार वाली उस स्त्री യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോ मसीह का वस्त्र का छोर छुआ तब ശക്തി പുറപ്പെട്ടു. एक सामर्थ उससे निकला। ശക്തി പുറപ്പെട്ടത് सामर्थ निकला तो കൂടെ നിന്നവർ ആരും അറിഞ്ഞില്ല. बगल वाले कोई नहीं जाने, എത്ര പേര് കേൾക്കുന്നുണ്ട്? കൂടെ നിന്നവർ ആരും അറിഞ്ഞില്ല, साथ खड़े तो कोई नहीं പക്ഷെ जाने, അവൾ അത് ശരീരത്തിൽ അറിഞ്ഞു. वो अपने शरीर में अनुभव ഇന്ന് करी। പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, मैं आप लोगों से ഈ कहना चाहता ശക്തി हूँ, നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ये शक्ति आप में प्रकट होने से അടുത്തിരിക്കുന്നവർ അറിഞ്ഞില്ലെങ്കിലും बगल वाले नहीं जानेंगे, നിന്റെ ശരീരത്തിൽ അറിയണം, आपका शरीर में നിന്റെ अनुभव करेगा, ആത്മമണ്ഡലത്തിൽ അറിയണം, आपका आत्मा का मंडल में നിന്റെ മേൽ അത് അറിയണം, അകത്തറിയണം ശക്തി. हम लोग अनुभव करना है अंदर। പകൽ വിശ്വസിച്ച ദൈവമക്കൾ, आप लोग विश्वास कर ले, ഈ 10ാമത്തെ പകൽ ആ ഒരു ബലം കർത്താവ് നമ്മുടെ മേൽ പകരാൻ പോവുക. परमेश्वर ऐसा एक बल हमारे मध्य में उंडे। സ്തോത്ര. യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യങ്ങൾ. यूहन्ना 7:37 വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവനദി ഒഴുകും. जीवन के जल की नदियां ആരിൽ നിന്നാണെന്നറിയാമോ? किसमें से? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. विश्वास करने वालों के अंदर ഈ से। 10ാമത്തെ പകൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ 10वें दिन में आप विश्वास करने ഇന്നലെ വരെ तैयार हैं। കേട്ട ദൈവ ശബ്ദത്തിന് മുമ്പിൽ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് ഇന്ന് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ സ്വർഗ്ഗം പറയുന്നു, ഒരു നദി നിന്റെ അകത്തുനിന്ന് ഒഴുകും. कल तक सुने हुए वचन आज परमेश्वर के आत्मा कहते हैं, आप समर्पित करेंगे तो आपके अंदर से जीवन के जल की नदियां बहेगी। ഈ നദിയെ ബന്ധിക്കാൻ ആർക്കും പറ്റുകയില്ല. ये नदी को कोई रोक नहीं पाएगा, ഈ നദിയെ ആമേൻ തകർക്കാൻ ആർക്കും പറ്റുകയില്ല. ये नदी को कोई नहीं नाश ഈ നദിയെ करेगा। തടഞ്ഞു നിർത്താൻ നോക്കിയവരൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. ये नदी को रोकने के जो भी कोशिश किया ഈ उसका നദി पराजय हुआ। ഈ നദി പകരപ്പെട്ടവരെല്ലാം, ये नदी जिसमें भी उंडेला, ഈ നദി ഒഴുകപ്പെട്ടവർക്കെല്ലാം जिसके अंदर से बहा ഒരു है പ്രത്യേക ബലവാ. एक विशेष बल है। അവനെ ചങ്ങലയിട്ട് പൂട്ടിയാൽ ചങ്ങല പൊട്ടും. उसको जंजीर से बांधे तो जंजीर टूटेगा, ആമത്തിലിട്ട് പൂട്ടിയാൽ ആമങ്ങൾ പൊട്ടും. उसको पाँव को जकड़ा हुआ तो वो
टूट ആമേൻ. जाएगा। അവനെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയാൽ ആമേൻ അവിടെ നിന്ന് അത് ഓട്ടോമാറ്റിക് തുറന്ന് പുറത്തു വരും. उसको जेल में डाले तो वो द्वार ऑटोमेटिक खुल के बाहर आएगा। ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പേര് കേൾക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൽ നിന്ന് നദി ഒഴുകിയാൽ, विश्वास करने वालों के अंदर से पवित्र शास्त्र के अनुसार जीवन के जल की नदियां ഇതാരെങ്കിലും बहने പറഞ്ഞ കഥപുസ്തകത്തിലെ കഥ പോലെ സംഭവിച്ചെന്നല്ല. लगती। ये कोई बोला वाला कहानी नहीं है। തിരുവെഴുത്ത് എന്ത് പറയുന്നോ അത് സംഭവിക്കും. पवित्र शास्त्र जो बोलता है वैसा ही होगा। വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ സംഭവിക്കും. विश्वास करने वाले के अंदर से पवित्र शास्त्र के अनुसार होगा। സംഭവിക്കും ദൈവ മക്കളെ. ऐसा ही होगा परमेश्वर के लोगों। വിടുതൽ സംഭവിക്കും. छुटकारा होगा। ദൈവപ്രവൃത്തി നടക്കും. परमेश्वर का कार्य होगा। ആമേൻ. സ്തോത്രം. ഞാൻ ദൈവ മക്കളോട് പറയാ, യേശു ക്രിസ്തുവായിട്ടുള്ള തുടർമാനമായ ആമേൻ സ്തോത്രം ആശ്രയമാ വിശ്വാസം എന്ന് പറയുന്നത്. यीशु मसीह के साथ लगातार आश्रय है हमारा विश्वास। ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവായിട്ടുള്ള തുടർമാനമായ ആശ്രയമാണ് വിശ്വാസം. यीशु मसीह के साथ में लगातार आश्रय रखना वही है हमारा विश्वास। അവനുമായിട്ട് ആശ്രയിക്കാത്ത, അവനുമായിട്ട് സ്തോത്ര തുടർമാനമായി ബന്ധമില്ലാത്ത ഒരുത്തനും എന്ത് പ്രാപിക്കത്തില്ല? ശക്തി പ്രാപിക്കത്തില്ല. परमेश्वर के साथ अच्छा संबंध नहीं रखने वाला शक्ति नहीं पाएगा। നോക്ക്, കർത്താവിന്റെ കൂടെ നടന്നവനെല്ലാം ബലം പ്രാപിച്ചിട്ടുണ്ട്. मसीह के साथ जो भी चले हैं बल पाया है। ഹല്ലേലൂയ. അവരെല്ലാം തീയായി മാറിയിട്ടുണ്ട്. वो लोग आग के समान बाहर आए हैं। പവറായി തീർന്നിട്ടുണ്ട്. वो पावर बन के बाहर आए। അഭിഷേകത്തിന്റെ പവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. अभिषेक का शक्ति उनमें प्रकट हुआ है। ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവമക്കൾ മറക്കല്ല, ദൈവത്തിന്റെ ആ ഒരു ശക്തി, ആ ഒരു വിശ്വാസം അകത്തേറ്റെടുക്കണം. परमेश्वर का शक्ति और विश्वास हमारे अंदर स्वीकार करना है। വിശ്വസിക്കാൻ കഴിയണം. विश्वास करना। അങ്ങനെ ഉള്ളവന്റെ ഉദരത്തിൽ നിന്ന് ഒരു പുറപ്പാടലുണ്ട്. उसके अंदर से एक कुछ प्रकट होगा। അത് ആർക്കും തടുക്കാൻ वो പറ്റത്തില്ല. कोई रोक नहीं पाएगा। ആമേൻ. അത് എങ്ങനെ ആത്മാവ് കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. वो कैसे पवित्र आत्मा ले जाएगा नहीं बोल पाते। എങ്ങനെ ആത്മാവ് ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. कैसे पवित्र आत्मा उपयोग करेगा वो എന്ന് भी नहीं പറഞ്ഞാൽ बोल पाएंगे। നമുക്കാർക്കും അത് പ്രവചിച്ച് തിട്ടപ്പെടുത്താൻ പറ്റുകയില്ല. हम लोग कोई उसके बारे में भविष्यवाणी नहीं कर ഈ पाएंगे। ദൈവത്തിന്റെ വെള്ളച്ചാട്ടം നമ്മുടെ അകത്ത് വന്നാൽ, ये परमेश्वर का पानी का बहाव हमारे अंदर आने से, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടം പുറപ്പെട്ടാൽ, विश्वास करने वाले के अंदर से वो एक बहाव आने से അതെങ്ങനെ വിടുതൽ വെളിപ്പെടുമെന്ന് പറയാൻ പറ്റുകയില്ല. ऐसा छुटकारा प्रकट होगा नहीं बोल എങ്ങനെയൊക്കെ ആ पाएंगे। ദൈവ സാന്നിധ്യം പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. कैसे हम लोग उसका प्रतिक्रिया करेंगे नहीं बोल ഇന്ന് पाएंगे। പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോ? समर्पित करने तैयार ഉള്ളം हो തുറന്ന് जाओ। പറഞ്ഞു, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. परमेश्वर मुझे इस्तेमाल कर। നമ്മുടെ നാവിന് അവൻ അധികാരം തരും അല്ലേ? हमारे जीव में परमेश्वर अधिकार देगा। അവന് ഭയങ്കര അധികാരം വെളിപ്പെടും. एक बड़ा अधिकार प्रकट होगा। ബലത്തെ കർത്താവ് തരും. बल परमेश्वर देगा। ആമേൻ. സ്തോത്രം. തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? पवित्र शास्त्र क्या कहता है? ആമേൻ. പഴയ നിയമത്തിലെ ഒരു ചെറിയ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടല്ല ആമേൻ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത്. पुराने नियम का कुछ भाग बोलकर नहीं है परमेश्वर बोलता പഴയ है। നിയമം ഉടനീളം പഠിക്കുമ്പോൾ पुराने नियम लोग पढ़ने के समय ഈ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ച്, നദിയെ കുറിച്ച് നമുക്ക് കാണാം. एक नदी और एक बहाव के बारे में देखते ചില हैं। ഭാഗങ്ങൾ നിങ്ങൾ വേഗത്തിലൊന്ന് വായിക്കണം. कुछ भाग हम लोग जल्दी യെശയ്യാ पढ़ेंगे। പ്രവാചകന്റെ പുസ്തകം 12:2-3 വാക്യം. यशायाह 12 का 2-3। ആമേൻ. നമ്മിൽ നിന്നൊരു നദി പുറപ്പെട്ടാൽ, हमारे से एक नदी बहने से കൊതിയുള്ളവര് നിപ്പുണ്ട് പുറകിലും മുമ്പിലൊക്കെ, प्यासे लोग आगे पीछे खड़े हैं। അവര് വെള്ളം കോരാനിടയാകും. वो लोग जल भरेंगे। അവർക്കൊരു ആശ്വാസ ദൈവമക്കളെ. उनको एक शांति ഇന്ന് होगा। പകൽ ദൈവമക്കൾ ഓർത്തോണം, നമുക്ക് പകരുന്നത് നമുക്ക് മാത്രമുള്ളതല്ല. हमारे में परमेश्वर उंडेलता है तो हमारे लिए सिर्फ नहीं है। നദി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണോ? അല്ല. नदी बोले तो एक जन के लिए नहीं है। നദി എന്ന് കർത്താവ് പറയുന്നത് സർവ്വജനത്തിനുമാണ്. नदी बोले तो सारे लोगों के लिए है। യമൻ ഇടം വലം മുൻപ് പിൻപ് എല്ലാം ഈ നദിക്ക് യമൻ സ്തോത്രം ഉപകാരമായി മാറും. दाएं बाएं आगे पीछे है वाले सभी को ये जो है शांति का कारण बनेगा। നമ്മളിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. हमारे द्वारा परमेश्वर का कार्य प्रकट ഹല്ലേലൂയ. होगा। നിങ്ങൾ നോട്ട് ചെയ്യണം അടുത്തത് 44:3. ചുരുക്കി പറഞ്ഞാൽ ഈ നദി പുറപ്പെട്ട് കഴിഞ്ഞാൽ
യമൻ ഇതൊരൊറ്റ വ്യക്തിയിൽ നിൽക്കുകയല്ല, ഇത് നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് ഇത് പകരാനിടയാകും. ये नदी का बहाव होने से हम एक जन में नहीं रुकेगा, हमारी पीढ़ी में जाएगा. ഇന്ന് പകൽ ഞാനും നിങ്ങളും വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ और आप विश्वास करेंगे तो നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകുന്ന നദി हमारे अंदर से बहने നമ്മുടെ वाला नदी സന്തതിയുടെ മേലും हमारे बच्चे में, നമ്മുടെ സന്തതിയുടെ മേലും बच्चों के बच्चों में ഈ ആത്മാവിന്റെ ഒരു വലിയ പകർച്ചയെ പകരും ദൈവം. आत्मा का बड़ा सामर्थ परमेश्वर उनके लिए. എത്ര പേർ ഇന്ന് പകൽ മനസ്സിലാക്കുന്നു ദൈവിക ബലം ഏറ്റെടുക്കാൻ? परमेश्वर का बल को स्वीकार कर ले. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചേ, विश्वास कर ले. ആമേൻ. സന്തതിയുടെ മേലും പകരും. हमारे बच्चे और बच्चों के बच्चों में उंडेगा. 55:1 വായിച്ച് 55:1. വിശുദ്ധാത്മാവിന്റെ നദി ഒഴുകിയാൽ पवित्र आत्मा का नदी बहने से നമുക്ക് പറയാൻ പറ്റും. हम लोग बोल पाएंगे. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വന്നു കോരിക്കോ, വന്നെടുത്തോ, आओ आके ले लो, വന്നു പ്രാപിച്ചു, വന്ന് ആമേൻ തൃപ്തിപ്പെട്ടു. आके प्राप्त कर लो, तृप्त हो जाओ. കൊതിയുണ്ടോ ദൈവമക്കളെ? प्यासे हैं क्या? ആമേൻ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग चाहते हैं? ഞാൻ ഈ വചനം പരിശുദ്ധാത്മാവ് തന്ന പോലെ ഞാൻ കൊതിക്കുക. ये वचन परमेश्वर की आत्मा दिया तब से मैं എന്നിലൂടെ ഒരു पीता हूं. നദി ഒഴുകി തുടങ്ങിയാൽ मुझसे नदी बहने शुरू ആമേൻ होने से, സ്തോത്രം, എന്നിലൂടെ ആ പകർച്ച വെളിപ്പെട്ടാൽ, मेरे द्वारा वो बहाव शुरू എന്നിലൂടെ ആ होने से, ആത്മസാന്നിധ്യം പകർന്നാൽ मेरे में परमेश्वर वो आत्मा ഞാൻ का നോക്കുന്നത് सानिध्य അത്ഭുതമായി മാറൂല്ലേ? मैं कई लोगों का ഞാൻ चमत्कार കൽപ്പിക്കുന്നത് വിടുതലായി തീരുകയല്ലേ? मैं बोलता वाला छुटकारा നമ്മുടെ होगा. സന്തതിയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ലേ? हमारे बच्चों में परमेश्वर का कार्य നമ്മുടെ होगा. സന്താനങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ലേ? हमारे बच्चों में परमेश्वर का ഈ कार्य അനുഗ്രഹ होगा. സ്വർഗം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരും. परमेश्वर ये अनुग्रह हमारे बच्चों में ഇന്ന് उंडेगा. പകൽ ഞാനും നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേലും ഈ ദൈവത്തിന്റെ മഹത്വത്തെ പകരും. हम और आप परमेश्वर के सानिध्य में बैठे हैं, हमारे बच्चों में परमेश्वर महिमा उंडेलेगा. ആമേൻ. 58:11 വായിച്ച് 58:11. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, मैं आप लोगों से कहना चाहता हूँ, ആമേൻ, നീരുറവ വെളിപ്പെട്ട് കഴിഞ്ഞാൽ सोता हमारे से प्रकट हुआ तो വറ്റിപ്പോകാത്ത ഒരു ഉറവ എന്നിൽ നിന്ന് പുറപ്പെട്ടാൽ कभी नहीं सूखने वाला एक सोता हमारे से അതിന്റെ प्रकट അനുഗ്രഹം വെളിപ്പെടുന്നത് എവിടാന്നറിയാമോ? का अनुग्रह कहाँ प्रकट होता है? നിന്റെ സന്തതിയുടെ മേല, आपके बच्चों में प्रकट നമ്മുടെ होता है. തലമുറകളുടെ മേൽ. हमारे पीढ़ी में ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമക്കൾ समर्पित करे परमेश्वर के നീ लोगों ഒന്ന് को. നിറയാൻ സമർപ്പിച്ചു കൊടുത്തേ. परमेश्वर के सानिध्य में समर्पित ഏമേനൊന്ന് करे. വിശ്വസിച്ച് സമർപ്പിച്ചേ. विश्वास के साथ ഇന്ന് समर्पित പകൽ करे. ഞാൻ പറയാ, ഇടിഞ്ഞു കിടന്നതും ശൂന്യമായി കിടന്നതുമായ തലങ്ങളെ പണിയാൻ ദൈവം നിന്റെ സന്തതിയെ ഏൽപ്പിക്കും. टूटा हुआ और शून्य अनुभव को बनाने के लिए आपके बच्चे को परमेश्वर उठाएगा. ആമേൻ. അവരുടെ പേരെങ്ങനാകുമെന്ന് അറിയാമോ? उनका नाम കേട് തീർക്കുന്നവനെന്ന്. खराबी को ठीक. നിങ്ങൾ ആ ഭാഗം താഴോട്ടൊന്ന് വായിച്ചു നോക്കണം. ആ ഭാഗം 58. वो वचन को नीचे तक पढ़ लेना. 58 വലിയ പ്രത്യേകത മറ്റൊന്നുണ്ട്. 58 अध्याय का विशेष ഉപവാസത്തിന്റെ ഒരു ചരിത്രമാ. उपवास का एक चरित्र है. ഉപവസിക്കുമ്പോ നടക്കുന്ന കാര്യങ്ങളാ 58 മുഴുവൻ എഴുതിയേക്കുന്നേ. उपवास करने समय जो भी होता है उसके बारे में लिखा है. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഉപവസിക്കുമ്പോ സംഭവിക്കുന്ന കാര്യമാ. इस्राएली लोग उपवास करते समय जो होता है उसके യമേൻ, बारे में लिखा है. ഉപവസിക്കുമ്പോൾ അന്യായ ബന്ധനങ്ങൾ തകരും. उपवास करते समय सारे बंधन टूटता है. അമിക്കയറുകൾ പൊട്ടിമാറും. रस्सियां टूटती है. ദുഷ്ടന്റെ സകല പൈശാചിക ശക്തി തകരും. शैतान का सारा शक्ति ഇതാ टूटता है. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. यही परमेश्वर प्रसन्न അങ്ങനെ करने वाला ഉപവാസത്തിന്റെ ചരിത്രം പറഞ്ഞ് ऐसा उपवास का चरित्र बताया. ഉപവസിക്കുന്ന ദൈവജനത്തിനമേൽ ദൈവശക്തി വ്യാപരിക്കും. उपवास करने वाले लोगों में परमेश्वर सामर्थ അവൻ उंडेगा. നനവുള്ള തോട്ടം പോലെ, അവൻ എപ്പോഴും പച്ചപ്പ, वो सींची हुई बारी के समान हरियाली, നനവില്ലാതെ പോകത്തില്ല. सींची हुई बारी होगा. ആമേൻ. നനവ भीगा हुआ है. എപ്പോഴും നനവുണ്ട്. वो खेत में हर समय पानी है. ആമേൻ. എന്ന് പറഞ്ഞാൽ നനവുള്ളത് കൊണ്ട് സ്തോത്രം എന്തറിയ ഒരു പച്ചപ്പുണ്ട്. सींची हुई बारी है इसलिए उसमें हरियाली है. നനവുള്ളത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. सींचा हुआ इसलिए शांति है. നനവുള്ളത് കൊണ്ടൊരു ബലമുണ്ട്. वो भीगा हुआ इसलिए बल ഏത് है. സമയവും മുട്ടുമടക്കിയാലും പ്രാർത്ഥിക്കാം. कोई भी समय घुटना टेकर प्रार्थना ഏത് करेगा. സമയവും അവനിൽ തിരഞ്ഞു വരുമ്പോൾ ഫലം കാണാൻ സാധിക്കും. कोई भी समय फल ढूंढ कर आए तो उसमें फल होगा. ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം അതാ. परमेश्वर चाहने वाला उपवास അപ്പൊ वही ഇവിടെ है. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ हम लोग यहाँ उपवास करते प्रार्थना करते ദൈവത്തിന്റെ समय പരിശുദ്ധാത്മാ പറയാ,
നനവുള്ള തോട്ടമാ നമ്മള്. परमेश्वर की आत्मा कहते हैं हम लोग सींची हुई बारी के समान है. എത്ര പേര് കേൾക്കുന്നുണ്ട്? നനവുള്ള തോട്ടമായി മാറും. सींची हुई बारी. എന്നിട്ട് താഴോട്ട് ഒന്ന് വായിക്കണം. ഒന്നും കൂടി. ഉപവസിക്കുന്ന ദൈവമക്കളോട് പറയുക, उपवास करने वाले परमेश्वर के लोगों പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയുക, प्रार्थना करने वाले लोगों से कहता है, വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയുക, विश्वास करने वालों से कहता നീ है, ആരാന്നറിയാമോ? तू कौन है? നനവുള്ള തോട്ടം പോലെയും तू सींची हुई बारी के വെള്ളം समान, വറ്റിപ്പോകാത്ത നീരുറവ പോലെയും. जिसका जल कभी नहीं सूखता. ആമേൻ. നിന്നിൽ എപ്പോഴും ഒരു നീരുറവയുണ്ട്. आपके अंदर एक सोता ഈ है. ഉറവ മനുഷ്യൻ തുറന്നതല്ല. ये सोता मनुष्य नहीं खोला. ഞാൻ ദൈവമക്കളോട് പറയാം, മനുഷ്യൻ തുറന്നതോ പ്രസ്ഥാനം തുറന്നതോ ആയ നീരുറവയാണെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ കെട്ടുപോകുന്നത്. मनुष्य खोला हुआ सोता हो तो कोई समय में बंद कर सकता है, അത് നിന്നു പോകും. वो रुक जाएगा. ആമേൻ. അതിന് ഏറ്റക്കുറച്ചിൽ വരും. उसमें उतार चढ़ाव होगा, അതിന് ആമേൻ ഒഴുക്ക് കുറയും. वो कभी कम भी होगा. പക്ഷേ തമ്പുരാൻ തുറന്നതാണെങ്കിൽ, मसीह खोला हो, ദൈവം ഒരു അനുഗ്രഹം നിനക്ക് തുറന്നാൽ, परमेश्वर एक अनुग्रह आपको ദൈവം खोलने से, തന്റെ മക്കൾക്കൊരു നന്മ തുറന്നാൽ, परमेश्वर अपने बच्चों के लिए भलाई ദൈവം ഒരു देने से, കൃപ നിന്റെ മേൽ വെളിപ്പെടുത്തിയാൽ, परमेश्वर का अनुग्रह आप में प्रकट ദൈവം होने നിന്റെ से, മേൽ ഒരു ദൈവശക്തി പകർന്നാൽ, परमेश्वर का शक्ति आप में देने से അതാർക്കും തകർക്കാൻ പറ്റുകയില്ല. कोई भी रोक नहीं पाएगा. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ നോമ്പ് നോക്കിയവരുടെ സന്തതി, उपवास और प्रार्थना करने वाले के वंश, ആമേൻ, അവൻ എങ്ങനെ ഇരിക്കും? वो कैसा रहेगा? അവൻ എന്തോ പണിയും. वो क्या बनाएगा? പുരാതന ശൂന്യങ്ങളെ പണിയും. उजड़े हुए स्थानों को बनाएगा. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, परमेश्वर के लोगों से कहना चाहता हूं, യമനി ഉപവാസവും പ്രാർത്ഥനയും നീരൊഴുക്കൊരുപോലെ വെളിപ്പെട്ടാൽ, उपवास और प्रार्थना आप में प्रकट होने से തമ്പുരാൻ നിന്റെ സന്തതിയിലൂടെ ചില ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തും. परमेश्वर आपके बच्चों के द्वारा कुछ परमेश्वर का कार्य प्रकट യമൻ करेगा. പണിയപ്പെടാതെ കിടക്കുന്നതിനെ പണിയപ്പെടുത്തും. जो टूटा हुआ उसको बनाएगा. തലമുറ തലമുറയായി കേടുവന്നതിനെ, കടുങ്കട്ടു വീണതിനെ ദൈവ പണിതെഴുന്നേൽപ്പിക്കും. पीढ़ी पीढ़ी से जो टूटा हुआ है, जो बंधन में पड़ा है, आपके बच्चों के द्वारा बनाएगा. നമ്മുടെ തലമുറയെ കൊണ്ട് തമ്പുരാൻ പണിയിപ്പിക്കുന്നത്, हमारे पीढ़ी के द्वारा परमेश्वर बनाएगा. തലമുറ തലമുറയായിട്ട് കിടക്കുന്ന पीढ़ी पीढ़ी की पड़ी हुई नींव पर बनाएगा. പിതാക്കന്മാരുടെയും പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെയും കാലത്തൊക്കെ पिता लोग उनके पिता के काल से जो भी पड़ा है, അവർക്ക് ചെയ്യാൻ പറ്റാത്തതും അവർക്ക് പ്രാപിക്കാൻ പറ്റാത്തതും वो लोग जो नहीं कर पाए, वो जो प्राप्त नहीं कर അവർക്ക് पाए, നേടാൻ പറ്റാത്തതും പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയിലൂടെ നേടാൻ പറ്റും. वो जो नहीं पाए वो प्रार्थना करने वाले की पीढ़ी के द्वारा हो सकता है. യമൻ യഥാർത്ഥമായി വിശ്വസിക്കുന്ന നിന്റെ അവൻ തലമുറയിലൂടെ അത് കെട്ടിപ്പൊക്കും. सच्चाई से विश्वास करने वाला आपके पीढ़ी के द्वारा वो बनाएगा. ആ തലമുറയുടെ പേരെന്നറിയാമോ? उसका नाम क्या होगा? സങ്കടപ്പെടുത്തുന്നവനല്ല, दुखी करने वाला ऐसा नहीं, അവന്റെ പേര് കേട് തീർക്കുന്നവനെന്ന. टूटे हुए बाड़े का सुधारक. മാതാപിതാക്കളെ, നമ്മുടെ സങ്കടങ്ങളെ തീർക്കുന്നവനെന്ന് നിന്റെ സന്തതിയുടെ പേരാകും. माता पिता आपके दुख को हटाने वाला ऐसा नाम पड़ेगा. ഇന്നിവിടെ നിന്ന് മണ്ടനെ പോലെ പോഷനെ പോലെ ആഹാരം വെടിഞ്ഞോ ആഹാരം കഴിക്കാതെയോ കഴിച്ചോ സമയം ദൈവസന്നിധി കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന തന്റെ മക്കളോട് സ്വർഗ്ഗം പറയുക, मूर्ख के समान भोजन छोड़कर परमेश्वर सन्निधि में बैठे हुए लोगों से पवित्र आत्मा कहता है, നിന്റെ സന്തതിയുടെ പേര് കേട് തീർക്കുന്നവനെന്നാകും. आपके बच्चे का नाम टूटे हुए बाड़े का ആരോട്ട് നിങ്ങൾ सुधारक പിന്നീട് होगा. വായിച്ചു നോക്കണം. उसके नीचे ये वचन पढ़ लेना. തമ്പുരാൻ എന്തെല്ലാം കാര്യം പറയുന്നത്. परमेश्वर क्या क्या, നീ ദൈവസന്നിധിയിൽ ഇരുന്ന आप परमेश्वर के सम्मुख बैठेंगे तो നിന്റെ സന്തതിയെ നേർവഴി കൊണ്ടുവരും. आपके बच्चे को सही पथ में परमेश्वर എത്ര चलाएगा. പേരാമേൻ പറയും? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്നെ സമർപ്പിച്ചു കൊടുത്താൽ, परमेश्वर के सन्निधि में आप समर्पित कर ദൈവ दीजिए. സന്നിധിയിൽ വിശ്വാസത്തോട് ഏറ്റെടുക്കാൻ തയ്യാറായ, विश्वास के साथ परमेश्वर से ग्रहण करने तैयार हो, വിശ്വാസത്തോട് ഇത് കുടിക്കാൻ തയ്യാറായ, विश्वास के साथ पीने तैयार हो, നിന്റെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. आपके अंदर से जीवन के जल की नदियां बहेगी. തലമുറകളിൽ പോലും പേര് വ്യത്യാസമാകും. आपकी पीढ़ी का नाम बदलेगा. ദൈവമക്കൾ പിന്നീട് ഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. बाद में वो वचनों को पढ़ लेना. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:12 വായിച്ചു.
പ്രാണൻ ആത്മാവിൽ നനഞ്ഞിരിപ്പുണ്ടെങ്കിൽ प्राण आत्मा के द्वारा भीगा है क्या? ഇന്ന് പകൽ ആത്മാവ് എനിക്ക് തന്ന ദൂതാ ഞാൻ പറയുന്നേ. परमेश्वर दिया हुआ वाणी में बताता ആമേൻ. സ്തോത്രം. നീ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? तू क्या नहीं ക്ഷീണിച്ചു പോകത്തില്ല. तू थकेगा नहीं. ആമേൻ. പ്രാണൻ എന്ത് ചെയ്യാ? ഡ്രൈ ആണെങ്കിൽ ക്ഷീണിച്ചു പോകും. आपका प्राण अगर सूखा है तो आप थक जाएंगे. നനവി ഉണ്ടെങ്കിൽ ഓർത്തോണം. गीला हो तो എന്ത് വരുവാ? ക്ഷീണിക്കത്തില്ല. थकेंगे नहीं. ആരിനി ക്ഷീണിപ്പിക്കാൻ നോക്കിയാലും ഷാജുമോനെ ക്ഷീണിക്കത്തില്ല. कोई भी तुझे कमजोर करना देखे तो भी ആര് നമ്മളെ വേദനിപ്പിക്കാൻ നോക്കിയാലും कोई भी तुझे दुखी करना അകത്ത് देखे കയറത്തില്ല. അകത്ത് കയറത്തില്ല. वो अंदर नहीं आएगा. കാരണം എന്നാന്നറിയാമോ? कारण क्या है? ആത്മാവിനാൽ അകത്ത് നനയപ്പെട്ടിരിക്കുക. आत्मा के द्वारा हमारा अंदर सींचा गया है. ആത്മാവിന്റെ ഉറവ അകത്തിരിക്കുക. आत्मा का सोता हमारे अंदर है. ആത്മാവിന്റെ ഉറവ എന്റെ അകത്തുനിന്ന് തുറന്ന് പുറത്തു വരുമ്പോൾ आत्मा का सोता मेरे अंदर से निकलने പിന്നെ से ആരെല്ലാം എന്നെ ആമേ തകർക്കാൻ നോക്കിയാലും നടക്കുകയില്ല. കാരണം സ്വർഗം എനിക്ക് ബലം തന്നിരിക്കുക. कोई भी मुझे नाश करने कोशिश करने से भी नहीं होगा. परमेश्वर में बल दिया है. ആമേൻ. പ്രാണന് നനവുണ്ടെങ്കിൽ, आपका प्राण सींचा हुआ हो, ആത്മാവിന് നനവുണ്ടെങ്കിൽ, आत्मा सींचा हुआ हो, നീരുറവ നിന്റെ അകത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ, सोता आप में खुला हो तो യമൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ ഉറവ പൊട്ടിയിട്ടുണ്ടെങ്കിൽ विश्वास करने वाले के अंदर से ഓർത്തോ बाहर निकला हो നിനക്ക് യമേ സ്തോത്രം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടി വരത്തില്ല. तो आप किसी भी विषय में चिंता करने की നീ जरूरत नहीं. ക്ഷീണിച്ചു പോകത്തില്ല. आप थकेंगे नहीं. അന്ന് കന്യകമാരും യുവതികളെ യുവാക്കന്മാരും നൃത്തം ചെയ്ത ദൈവത്തെ സ്തുതിക്കാൻ. उस दिन बूढ़े जवान कुमारियां सब परमेश्वर में आनंद करेंगे. ആമേൻ. ഇതെല്ലാവർക്കും പറ്റുകയില്ല. ये सबसे नहीं होगा. എല്ലാവരോടും ആരാധിക്കാൻ പറഞ്ഞാൽ നടക്കുകയില്ല. सबसे आनंद मनाओ बोले से नहीं യമേൻ होगा. ട്രൈ ആയിരിക്കുന്ന പ്രാണനും सूखा हुआ प्राण, യമേൻ ട്രൈ ആയിരിക്കുന്ന ആത്മസാന്നിധ്യവും सूखा हुआ आत्मा का അങ്ങനെ सानिध्य. അകത്തുള്ളവന് യമേൻ കയ്യടി പോലും വരത്തില്ല. ऐसे लोग ताली भी नहीं സ്തോത്രം बजाएंगे, വരത്തില്ല. स्तुति नहीं करेंगे, ആരാധന വരത്തില്ല. आराधना नहीं യമേ करेंगे, സന്തോഷം വരത്തില്ല. खुशी नहीं आएगी. എന്നാൽ നനവുണ്ടോ? सींचा हुआ है क्या? പ്രാണൻ നനവുണ്ടോ? आपका प्राण सींचा है. സന്തോഷിക്കാനിടയാകും. आनंद मनाएंगे. സന്തോഷിക്കാനിടയാകും. आनंद करने का अनुभव ഒരു होगा. പ്രത്യേക ബലമാ വരുന്നത് ഇവിടെ. वो एक विशेष बल है. പ്രാണന് നനവ് വേണം. हमारे प्राण सींचा हुआ होना है. അതിന് വിശ്വസിക്കണം. उसके लिए विश्वास करना. വിശ്വസിച്ചാലേ പ്രാണൻ തണുക്കത്തുള്ളൂ. विश्वास करने से हमारा प्राण ഇല്ല ठंडा होगा. ചൂടായിരുന്നിട്ടുണ്ട് കുഴപ്പമാ. गर्म हो तो मुश्किल है. ഏമേ പിന്നെ മൊത്തത്തിൽ ചൂടാ. फिर पूरा ही गुस्सा. എന്ത് പറഞ്ഞാലും ചൂടാ. कुछ भी बोले तो എന്ത് गुस्सा. ചെയ്താലും ചൂടാ. कुछ भी बोले तो गर्म. ഒന്നിൽ തൃപ്തി വരത്തില്ല. कुछ में भी तृप्ति नहीं. നരക തുല്യമായി കുടുംബ ബന്ധങ്ങൾ തകരും. नरक का समान परिवार का നരക संबंध टूटेगा. തുല്യമായി മനസ്സ് വ്യാകുലപ്പെടും. नरक के समान हृदय എന്നെ व्याकुल കൊണ്ടൊന്നും होगा. നടക്കത്തില്ലെന്ന് ചിന്തിക്കും. मुझसे कुछ नहीं होगा ऐसा എന്നാ सोचेंगे. പ്രാണൻ തണുത്തതാണെങ്കിൽ, आपका प्राण ठंडा हो तो, നനവുണ്ടെങ്കിൽ, सींचा हुआ हो तो, നീരുറവ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, सोता आपसे निकला हो ഓർത്തോ तो, ദൈവമക്കളെ, लोगों തുള്ളിച്ചാടും, आप नाचेंगे, നൃത്തം ചെയ്യും, नाच के ചാടി परमेश्वर ആരാധിക്കും. आप तालियां बजाएंगे. യമേൻ സ്തോത്രം. അല്ലാത്തവൻ ട്രൈ ആയിരിക്കുമ്പോ इसके बगैर लोग सूखे रहेंगे तो യമേൻ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാ, आपसे लोग कहना चाहता हूं, യുവതികളും യുവാക്കന്മാരെല്ലാവരും ഒരുപോലെ അവരെന്ത് ചെയ്യുന്നറിയാമോ? നൃത്തം ചെയ്യും. जवान लोग कुमारियां बूढ़े सब नाच कर परमेश्वर की ആ महिमा करेंगे. എന്നിട്ട് എടാ പ്രാണൻ നനവുണ്ടെങ്കിൽ आपका प्राण सींचा हुआ, സ്വർഗത്തിലെ അപ്പൻ നിന്റെ ദുഃഖം മാറ്റും. परमेश्वर आपका दुख हटाएगा. എന്നാ ദൂത തമ്പുരാൻ തരുന്നേ. परमेश्वर कितना अच्छा वाणी दिया है. പ്രവാചകന ഇരമ്യാവ് എന്ന പ്രവചനമാ പ്രവചിക്കുന്നത്. भविष्यवाणी करता है यिर्मयाह. യമേൻ നീരുറവയുണ്ടോ? आप में एक सोता है क्या? ഇതാ യേശു കർത്താവും പറഞ്ഞത്. मसीह कहता है, ഞാൻ വെറുതെ പറയല്ല, मैं ऐसा ही नहीं बोला. തിരുവഴുത്ത് പറയുന്നത് പോലെ, पवित्र शास्त्र कहता തിരുവചനം വ്യക്തമാക്കുന്നത് പോലെ है, वचन कहने ഈ നീരൊഴുക്ക് നിന്നിലൂടെ ഒഴുകിയാൽ ये बहाव आपसे बाहर आना है. ആശ്വാസത്തിന് പിന്നെ വേറെ എവിടെ ഓടണ്ട. शांति के लिए और कहीं नहीं जाना. സന്തോഷത്തിന് പിന്നെ വേറെ എവിടെ പോകണ്ട. आनंद ढूंढ के और कहीं नहीं जाना. സമാധാനത്തിന് വേറെ എവിടെ ഓടണ്ട. शांति के लिए और कहीं नहीं जाना. വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. और कुछ नहीं करना. വിശ്വസിച്ച് നീരുറവയൊന്ന് പുറപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. विश्वास करके बहाव हमारे से फूटने के लिए समर्पित करना. പുരോഹിതന്മാർക്ക് എന്നെ ഉണ്ടെന്നറിയാമോ? पुरोहित लोगों को क्या है? പുഷ്ടി കൊണ്ട് തണുപ്പിക്കും.
അനോയിന്റിംഗ്, वो एक विशेष अनॉइंटिंग है, അഭിഷേകം. अभिषेक है। എത്ര പേര് കേൾക്കുന്നുണ്ട്? പുരോഹിതന്മാർ ക്ഷീണിക്കണ്ട. पुरोहित लोग थकने नहीं। നമ്മളെല്ലാവരും പുതിയ നിയമത്തിലെ പുരോഹിത വർഗമാണ്. हम लोग सब परमेश्वर के नया नियम രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. राजकीय याजक है। ആ വാക്കിനെ ഒന്ന് ഏറ്റെടുത്തു. वो ग्रहण कर ले। അഭിഷേകം കൊണ്ട് തണുപ്പിക്കും. अभिषेक से परमेश्वर आपको അഭിഷേകം കൊണ്ട് തണുപ്പിക്കും. अभिषेक से आपको ആത്മശക്തി കൊണ്ട് തണുപ്പിക്കും. आत्मा के शक्ति से കൃപ കൊണ്ട് തണുപ്പിക്കും. कृपा से आपको ठंडा करेगा। സങ്കീർത്തനക്കാരൻ പറയുന്നു 46:4 46:4 भजन संगीता 46 का 4 46:4 ഒരു നദിയുണ്ട്. एक नदी है। ആ നദി അങ്ങോട്ട് ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ തോടുകളാ. ये नदी बहने से नया नया नालियां निकलती ചെറിയ ചെറിയ നാളികളാ. छोटा छोटा नालियां निकलेगी। ഇതെന്ത് ചെയ്യുന്നറിയാമോ? ये क्या करेंगे? അത്യുന്നതന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കും. परम प्रधान के पवित्र निवास स्थान में आनंद होता है। ദൈവമക്കൾ ഓർത്തോണം, ഈ നദി ഒഴുകിയിട്ടുണ്ടെങ്കിൽ ये नदी आपसे बहा हो तो ഉറച്ചു വിശ്വസിച്ചോ, സന്തോഷമല്ലാതെ വേറൊന്നും आप लोग विश्वास कर ले, आप आनंद मनाएंगे। എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് അധികം സ്ഥാനമില്ല. दुख में और ദുഃഖം വരത്തില്ലെന്നോ കഷ്ടം വരത്തില്ലെന്നോ രോഗം വരത്തില്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. दुख नहीं आएगा या बीमारी नहीं आएगा ऐसे नहीं बोल सकते। പക്ഷെ ദൈവഹിതമില്ലാതെ വരുന്നതിനൊന്നും എന്തില്ല? ആയുസില്ല. परमेश्वर की इच्छा के बिना आने वाला कुछ भी रुक नहीं എന്റെ पाएगा। വീടിനകത്ത് ആമേൻ സ്തോത്ര അസമാധാനം വരുന്ന ആയുസില്ല. ആമേൻ അത് വേഗത്തിൽ വന്ന് വേഗത്തിൽ തന്നെ പെട്ടുപോകും. मेरे घर में अशांति आती है तो उसमें आयु नहीं हो जल्द। കാരണം ഈ നദി ഒഴുകുന്നിടത്തോളം ഇവൻ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റുകയില്ല. ये नदी जहाँ बहता है वो वहाँ प्रवेश नहीं कर पाएगा। ആമേൻ. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകനും പറയുന്നു 47:1 എന്നെ പറയുന്നത് ആലയത്തിന് ഉമ്മരപ്പടി കീഴിൽ നിന്നൊരു നദി ഒഴുകി. यहेजकेल में 47 में कहता है मंदिर की देवड़ी से 47 മുഴുവൻ നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കണം. वो वचन बाद में पढ़ लेना। യമേൻ ആ ഒഴുകിയ നദി ചെന്ന് ചേരുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കാൻ वो തുടങ്ങി. नदियाँ जहाँ भी गई वहाँ सब चलने वाले प्राणी യമേൻ സ്തോത്രം അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. वहाँ चमत्कार होने लगा। വിടുതലുകൾ നടക്കാൻ തുടങ്ങി. परमेश्वर का कार्य होने ദൈവ लगा। പ്രവൃത്തി സംഭവിക്കാൻ തുടങ്ങി. परमेश्वर का कार्य प्रकट ഇന്ന് हुआ। പകൽ ഞാൻ പറയാം, ഈ 10ാമത്തെ പകൽ ഈ നദി ഒഴുകിയാൽ ആമേൻ നടക്കും ദൈവമക്കളെ നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിലുള്ള വിടുതലുകൾ. ये नदी आपसे बहने से हम लोग नहीं सोचने वाली बातों में होगा। നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദൈവ പ്രവൃത്തികളെ സ്വർഗ്ഗം നടത്തും. हमारी उम्मीद से बढ़कर परमेश्वर का कार्य परमेश्वर करेगा। ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാൻ आज തയ്യാറാകുമോ? स्वीकार करने के लिए तैयार हो जाएं। ആമേൻ സ്തോത്രം. ഇനി യെഹെസ്കേൽ പ്രവാചകൻ സക്കറിയ പ്രവചനത്തിലേക്ക് വന്ന സക്കറിയ പ്രവചനം जकरिया ആമേൻ 13:1 വായിച്ചേ. 13 का 1 ആമേൻ. ആ ഉറവ തുറന്നുണ്ടല്ലോ वो बहाव हमसे ഒരു പാപബോധമാ. पाप का बोध होगा। ഈ ഉറവ നമ്മുടെ കുടുംബത്തിനകത്തൊന്ന് തുറന്നാ, ये सोता हमारे परिवार में प्रकट ഈ ഉറവ നമ്മളിലൊന്ന് തുറന്നാൽ ये सोता हम में खुलने से അന്നാൾ ചിലത് പാപബോധത്താൽ നിറയും. उस दिन सब पाप का बोध होगा। ആമേൻ. ദൈവമഹത്വം അവർ ദർശിക്കും. परमेश्वर का महिमा वो ആ, देखेगा। അടുത്ത വാക്യോട് വായിച്ചേ. ഈ നീരുറവ തുറന്നു കഴിഞ്ഞാൽ മാലിന്യങ്ങളെല്ലാം തമ്പുരാൻ നീക്കും. वो सोता हमसे खुल जाएगा तो सारी अशुद्धता परमेश्वर हटा देगा। ചുരും കൂടെ ആഴത്തിൽ കർത്താവ് തന്ന വെളിപ്പാട് ഞാൻ പറയാം. परमेश्वर दिया हुआ प्रकाशन में बताना चाहता हूँ। വീടിനകത്ത് ഞാനോ നിങ്ങളോ അറിയാതെ വിഗ്രഹത്തിന്റെ അംശമുണ്ടെങ്കിൽ, അവന്റെ അവകാശമുണ്ടെങ്കിൽ, അവന്റെ സാധ്യതകൾ നിന്റെ തലമുറയെ ഏതെങ്കിലും നിലവാരത്തിൽ വേട്ടയാടുന്നെങ്കിൽ ഈ നീരുറവ നിമിത്തം അത് ഇല്ലാതാകുകയാ. परिवार के अंदर हम और आपकी वजह से कोई भी तरह का पराई देवता का अंश हो तो ये सोता हमारे अंदर फूटने से वो नष्ट हो जाएगा। അതിനെ തമ്പുരാൻ നീക്കും. परमेश्वर वो हटा देगा। ആരും വന്ന് നീക്കണ്ട. कोई आके हटाना നമ്മൾ നീരുറവ തുറന്നാ മതി. नहीं। वो सोता हमसे बहने से നമ്മൾ बंद है। നീരുറവ തുറന്നാ മതി. वो सोता हम खोलने से बंद ഒഴുകി തുടങ്ങിയ ഒരു ബന്ധനം നിന്റെ വീട്ടിൽ നിൽക്കുകയല്ല. है। ये बहने से कोई भी ഒരു बंधन घर में नहीं കെട്ടം रहेगा। നിൽക്കുകയല്ല. वो कभी नहीं रुकेगा। യമേൻ ഒരു പിശാചിന്റെ ആഗ്രഹം നിന്റെ മേൽ സഫലമാകത്തില്ല. कोई शैतान का इच्छा तेरे या तेरे परिवार में नहीं होगा। നീരുറവ തുറക്കണം. ये सोता हमसे बहना है। നീരുറവ തുറന്നാൽ ये सोता खुलने से പാപത്തിന് മോചനം വരിക. पाप से उसको क्षमा मिलता है। യമേൻ ദൈവിക വിടുതൽ വെളിപ്പെടുക. परमेश्वर का छुटकारा होता है। യമേൻ ഇനി വിഗ്രഹത്തിന്റെ അംശങ്ങളോ അവകാശങ്ങളോ ഉണ്ടെങ്കിൽ पराई मूर्तियों का अवकाश हो तो അതിനെ തമ്പുരാൻ ഈ നീരുറവയ്ക്കകത്ത് ഇല്ലാതാക്കും. परमेश्वर
सारे सोतों में उसको नष्ट करेगा। ഇവയൊന്നും നിന്നെ തൊടത്തില്ല. ये कुछ भी आपको नहीं ഓ, छुएगा। ശപിക്കാൻ കേറി നിന്ന് ബിലയാം शाप देने के लिए खड़ा हुआ ഇസ്രായേൽ बिलाम മക്കളെ നോക്കി പറഞ്ഞെന്നറിയാമോ? इस्राएलियों को देखकर क्या बोला? ആഭിചാരം ഏൽക്കാത്ത ജനം, जादू टोना असर नहीं करने वाले लोग, ലക്ഷണവിദ്യ ചേർന്ന് പറ്റാത്ത ജനം, तंत्र मंत्र असर नहीं होने वाले എന്നാ लोग। കാര്യമെന്നറിയാമോ? क्यों? അവരുടെ നടുവിൽ രാജകോലാഹലമുണ്ട്. के बीच में राजाओं का कोलाहल है। രാജാതി രാജാവ് അവരുടെ അകത്തുണ്ട്. राजाओं का राजा उनके मध्य അവരുടെ में है। അകത്തൊരു നദിയുണ്ട്. के अंदर एक नदी है, അതിനെ തകർക്കാൻ ആർക്കും പറ്റുകയില്ല. उसको कोई भी रोक नहीं पाएगा। ആഭിചാരം പിശാചെ നീ തൊട്ടുവിട്. जादू टोना शैतान लेके आने ഇവ से, ലക്ഷണവിദ്യ ചേർന്ന് കൊടുക്ക. तंत्र मंत्र आने से भी പക്ഷെ ഇത് ഫലിക്കത്തില്ല. ये आपको असर नहीं करेगा। ഇത് നിന്റെ കുടുംബത്തിൽ ഫലിക്കത്തില്ല. ये आपके परिवार को असर ഇത് नहीं നിന്റെ करेगा। തലമുറയിൽ ഫലിക്കത്തില്ല. ये आपके बच्चों को नहीं छुएगा। രാജകോലാഹലം ഉണ്ടോ? राजा का कोलाहल, നീരുറവ തുറന്നിട്ടുണ്ടോ? सोता खुला है, ഉറവ തുറന്നിട്ടുണ്ടെങ്കിൽ बहाव होता है, ഇവ നിന്റെ കുടുംബത്തിനകത്ത് ഫലിക്കുകയില്ല. ये कुछ भी आपको नहीं होगा। ആമേൻ. ഇന്ന് ദൈവമക്കൾ ഉറച്ചു വിശ്വസിച്ചോണം. ये परमेश्वर के लोग गहराई से विश्वास कर लेना। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓടിക്കാതെ തന്നെ ഓടിപ്പോവും. हम लोग भगाए बिना शैतान भाग जाएगा। ഉറവ പൊട്ടിയാൽ മതി. ये सोता हमसे फूटना है। എവിടെ നിന്ന് വരണമെന്നറിയാവോ? कहाँ ना? ഉള്ളിൽ നിന്ന് വരണം. हमारे हृदय से फूटना है। ഹൃദയത്തിൽ നിന്ന് വരണം ഷാജു. हमारे हृदय से ഹൃദയത്തിൽ सोता നിന്ന് ഈ നീരുറവ പൊട്ടിയാൽ फूटना है। हमारे हृदय से सोता ഈ फूटने से ഇതിനകത്ത് വിഗ്രഹത്തെ എല്ലാം മുക്കിക്കായും. इसका अंदर सारे मुंह से ഇതിനകത്ത് फूट जाएगा। പൈശാചിക ശക്തികൾ പൊട്ടിമാറും. इसका अंदर शैतान ഈ നദി ഒഴുകിയാൽ വിടുതലുകളാണ് നടക്കുന്നത്. നദി ഒഴുകിയ വിടുതൽ നടക്കും. ये नदी बहना है। വിശ്വസിക്കണം ദൈവമക്കൾ. विश्वास करना है परमेश्वर के लोगों। ഒരു പിശാചിന്റെ അവകാശത്തിന് നിന്റെ കുടുംബത്തെ വേട്ടയാടാൻ ദൈവം സമ്മതിക്കില്ല. शैतान का कोई भी अंश आपको तंग करने नहीं देगा परमेश्वर। കാരണം നീ രാജകോലാഹലം നിന്റെ വീടിനകത്തോ. राजा का कोलाहल आपके बीच में है। നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഒഴുകുന്നത് ജീവജലത്തിന്റെ നദിയാണ്. आपके हृदय में बहता है जीवन के जल की नदियाँ। ആ നദി ഒഴുകി തുടങ്ങിയാൽ ആർക്കും അത് തകർക്കാൻ പറ്റില്ല. वो बहने लगने से कोई नहीं रोक पाएगा। പ്രവാചകൻ സക്കറിയാവ് പറഞ്ഞ പോലെ, भविष्यता जकरिया के जैसा, പ്രവാചകൻ എഗസ്കേൽ പറഞ്ഞ പോലെ, भविष्यता एस्केल बोले जैसा, പ്രവാചകൻ യിരെമ്യാവ് പറഞ്ഞ പോലെ, भविष्यता यिर्मयाह बोले जैसा, യെശയ്യാവ് പറഞ്ഞ പോലെ, यशायाह बोले जैसा, സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞ പോലെ. भजनकार दाऊद बोले जैसा, ഹേമൻ. അടുത്ത ഒരാളും കൊണ്ട് യോവേല്. योवेल बोले जैसा, സക്കറിയാവ് ഒരു വാക്യം കൂടെ വായിച്ചു. 14:8 जकरिया 14 का 8। എന്ന് പറഞ്ഞാൽ ഈ നദി ഒഴുകുമ്പോ ये नदी बहने लगी है तब ഒരു സീസണിൽ മാത്രമല്ല, एक सीजन में ही नहीं, ശരിക്കും നദി ഒഴുകിയാൽ अच्छी तरह ये नदी बहने രണ്ട് से സീസണിൽ നീ പ്രയോജനപ്പെടും. दोनों सीजन में आप उपयोगी बनेगा। ഉഷ്ണകാലത്തും ശീതകാലത്തും യമൻ ഈ നദി ഉപകാരപ്പെടും. गर्मी के समय और ठंडे के समय ये नदी उपयोग होगा। വചനത്തിന് വെളിപ്പാട് അകത്ത് കയറുന്നുണ്ടെങ്കിൽ ആമ്യം പറഞ്ഞ് ഏറ്റെടുത്തോണം. वचन का प्रकाशन अंदर आता है तो आमीन बोलकर ग्रहण बदलेगा। ആ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും യമൻ തെക്കോട്ടും എല്ലാ ദേശങ്ങളിലേക്ക് ഒഴുകും. पश्चिम में उत्तर में सारे देश में बहेगा। യമൻ ഈ നദിയുടെ പ്രത്യേകതയാ അത്. ये नदी का विशेषता है। യേശു കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞ ഇത് തന്നെയാണ്. यीशु मसीह चेलों से भी यही बोला। പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നദി നിന്റെ അകത്ത് വരുമോണ്ടല്ലോ. पवित्र आत्मा का शक्ति आपके अंदर आने യെരൂശലേമിൽ മാത്രമല്ല, यरूशलेम में सिर्फ യഹൂദയിൽ മാത്രമല്ല, यहूदा में ആഗോള വ്യാപകമായ ഒരു ദൈവപ്രവൃത്തി, सारे संसार में परमेश्वर का कार्य, ദേശാന്തരമായ ഒരു ദൈവപ്രവൃത്തി. देश देश में परमेश्वर का ഈ कार्य। നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ദൈവപ്രവൃത്തി നടക്കും. ये नदी जहाँ जाएगा वहाँ परमेश्वर का कार्य होगा। അത് ഏത് കാലഘട്ടത്തിലും. कोई भी काल में हो। സക്കറിയാവ് പറയാ, जकरिया कहता है ആമേൻ. ഉഷ്ണം വരുമ്പോ മാത്രമല്ല ഈ വെള്ളം പ്രയോജനപ്പെടുന്നത്. धूप के समय सिर्फ ये पानी प्रयोजन होगा ऐसा नहीं। സീസൺ കൃപയല്ല, एक एक सीजन का अनुग्रह नहीं। ഓരോ സീസൺ ശുശ്രൂഷയല്ല, इसके सीजन के अनुसार ഓരോ सेवकाई नहीं है। സീസൺ ആത്മീകതയല്ല. एक सीजन के अनुसार आत्मिकता नहीं ഇവൻ है। കുറച്ചു കാലം ആത്മീകൻ, थोड़ा दिन आत्मिक है, കുറച്ചു കാലം വേറൊരുവൻ. थोड़ा दिन अलग है, അങ്ങനെയുള്ളതല്ല ഈ നദി. ऐसा नहीं है। ये नदी യഥാർത്ഥ നദി ഒഴുകുന്നവന് सच्चा नदी बहने से ശീതകാലത്തും गर्मी के समय, ഉഷ്ണകാലത്തും ठंडे के समय ഒരുപോലെ एक समान ഈ बहेगी। ദൈവിക നദി പ്രയോജനപ്പെടും. ये नदी बहना है। ഈ ജീവജലത്തിന്റെ നദി ये जीवन के जल की नदियाँ ഒഴുകുന്നത് ആരുടെ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല.
बहता है मनुष्य की इच्छा से नहीं। കർത്താവ് പറയുന്നത് തിരുവെഴുത്ത് പറയുന്നതല്ല. मसीह कहता है पवित्र शास्त्र कहने के अनुसार। അതൊന്ന് കണ്ടുപിടിക്കുക നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. उसका हम लोग अभी देखते हैं। തിരുവെഴുത്ത് എന്നാ പറഞ്ഞേ? पवित्र शास्त्र क्या कहता ഈ है? നദി ഒഴുകിയാൽ, ഈ വെള്ളം പുറപ്പെട്ടാൽ, ये नदी बहने से, पानी निकलने से രണ്ട് വഴിയാ. दो रास्ते हैं। രണ്ട് വഴിയായിട്ട് ഒഴുകുക. दो रास्ते से बहता है। അവിടുന്ന് പിന്നെയും തോടുകളാ. उससे और भी नदियां निकलती है। എല്ലാവർക്കും പ്രയോജനപ്പെടണം. बहुत लोगों का प्रयोजन है। ആമേൻ. ഇത് എപ്പോഴൊക്കെ ഉണ്ട്? ശീതകാലത്ത് മാത്രമേ ഉള്ളൂ? धूप के समय सिर्फ है क्या? ഉഷ്ണകാലത്ത് മാത്രമേ ഉള്ളൂ? ठंडे के समय सिर्फ है क्या? ഇത് രണ്ട് കാലത്തും ഉണ്ട്. दोनों समय में है। എന്ന് പറഞ്ഞ കർത്താവ് വരുന്നത് വരെ ഈ ദൈവത്തിന്റെ നദി നിന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം. मसीह का दोबारा आगमन तक ये नदी आपसे बहना है। ഒരു സീസൺ കൃപയല്ല പ്രിയപ്പെട്ടവരെ. एक सीजन में बहने वाला नहीं। സദാകാലം ഈ ദൈവ സാന്നിധ്യം പകരട്ടെ. सदा काल तक ये परमेश्वर സദാ നാളിലും ഈ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. सदा काल परमेश्वर का कार्य प्रकट होगा। തിരുവെഴുത്ത് പറയുന്നത്, पवित्र शास्त्र कहता है, യോവേല് योवेल 3:18, 3:18, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും अंत के दिनों में सारे लोगों में ഈ ആത്മാവിന്റെ നദി ഒഴുകുന്നു. ये आत्मा का नदी बहाएगा परमेश्वर। ഈ നദി ഒഴുകി തുടങ്ങിയാൽ ये नदी बहना शुरू करने से യഹൂദിയിൽ എല്ലായിടവും, यहूदी का सारा जगह में, സർവ്വ ജനത്തിനിടയിൽ सारे लोगों में ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. परमेश्वर का कार्य होगा। ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? कितने लोग विश्वास करेंगे?